ആസ്വദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ടെന്ന്. അത്രമാത്രം സുതാര്യമായിട്ടുള്ള ആണ് കൂടുതലും വരുന്നത്. പിന്നെ അതിനിടയ്ക്ക് ഒന്ന് രണ്ടൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരും, അതൊന്നും കാര്യമാക്കണ്ട. അല്ല, തീർച്ചയായിട്ടും നമ്മൾ അവർ ഓരോ പ്രാവശ്യവും ഇങ്ങനെ കൂടുതൽ ഈസി ആയിട്ടാണ് നമ്മുടെ കുടുംബയോഗങ്ങളെല്ലാം. കാര്യം ചെല്ലുമ്പോൾ തന്നെ അവർക്ക് നമ്മൾ പറയുമ്പോഴത്തേക്ക് എവിടെയാണ് അവർക്ക് സന്തോഷം വരുന്നത്, ചിരി വരുന്നത്, ശ്രദ്ധിച്ചിരിക്കുന്നത്, ഇതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ബിംബങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നല്ലതല്ല എന്നുള്ളതാണ് ഇന്നിപ്പോ ഒരു പിതാവ് തന്നെ പറയുന്നത്. അല്ല, ബിംബങ്ങളൊക്കെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഒരു ദിവസം വന്നിട്ട് എന്നെ ഒരു ബിംബമാക്കേ എന്ന് പറയുന്നതല്ലല്ലോ. എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള കഠിനാധ്വാനവും വിശ്വാസവും ജനങ്ങളുടെ ഇടയിലേക്ക് മനസ്സിലേക്ക് അങ്ങോട്ട് പതിപ്പിച്ച് കഴിയുമ്പോഴാണ് ഒരാളൊരു ബിംബമാവുന്നത്. അപ്പോൾ എന്നെ ബിംബമാക്കരുത്, ഞാൻ അങ്ങനെ സൈഡിൽ കൂടെ പോകാമെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. എന്നെ ബിംബമാക്കെന്ന് പറയുന്നത് തെറ്റ്. ആയിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ. കറങ്ങുന്നതല്ല, ആവശ്യമുണ്ടെങ്കിൽ ഇയാൾ അത്ര വിശ്വാസമാണെങ്കിൽ, പറയുന്നതൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസം കാത്തു രക്ഷിക്കുന്നുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ തെറ്റ്? അല്ല, അത് നമ്മൾ ഇപ്പം ഷംസീർ ഉൾപ്പെടെ, ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ 2 ടേം പൂർത്തീകരിച്ചവർ പുറത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ പുതിയ ആൾക്കാർ വരണം. അത് നമ്മുടെ ഈ പാർട്ടിക്ക് ഉള്ള ഒരു വലിയൊരു പ്ലസ് പോയിന്റായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ല, അത് മേളിൽ നിന്നുള്ള തീരുമാനമാണ്. വിജയസാധ്യത ഇപ്പോഴ് അതിന് പകരം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കാണ്. നൗഷാദിന് മാത്രമല്ല, തിരുവനന്തപുരത്ത് നമ്മളെ 10 കൊല്ലമായിട്ട് കാണുന്ന എല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഈ 10 വർഷം മുമ്പിലായിട്ട് സജീവമായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. ഇങ്ങനെ പൊതുരംഗത്തുണ്ടാകുമോ, സിനിമയിൽ സജീവമാകുമോ? സിനിമയിൽ സജീവമായി കഴിഞ്ഞു. 6 മാസമായിട്ട് സിനിമയിൽ. അപ്പോൾ അവർ സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തതാണ്. പേർഷ്യ പോകുന്ന കണക്കാ, പോയി കഴിഞ്ഞാൽ പോയി. അത് തിരിച്ചു ഉടനെയൊന്നും വരാൻ പറ്റത്തില്ല. അതാ അങ്ങനെ മുന്നോട്ട് പോട്ടെ, അതെൻ്റെ ജോലിയാണല്ലോ. അതും നേരത്തെ ഞാൻ എൻ്റെ ഉപജീവന മാർഗം, ഇത് സേവനവും അത് ജോലിയുമാണ്. 100% നമ്മളാൽ കഴിയുന്ന തരത്തിൽ. ഇപ്പം ഈ MLA ആകുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമാ നടൻ എന്നുള്ള 44-ാമത്തെ കൊല്ലമാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു കെയർ ഓഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധാരണ ആൾക്കാർക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വിശ്വാസം ഇങ്ങനെ നേടിയെടുത്തു നമ്മൾ അറിയാതെ. അത് തീർച്ചയായിട്ടും അതിനകത്ത് രാഷ്ട്രീയ സഹയാത്രികനും പ്രവർത്തനവും എന്തായാലും കാണും.